കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ ടേം വ്യവസ്ഥ പുനഃപരിശോധിക്കാൻ സിപിഐഎം വിജയസാധ്യത കണക്കിലെടുത്ത് എംഎൽഎമാർക്ക് ഇളവ് നൽകിയേക്കും. പാർട്ടിയെ നയിക്കാൻ വീണ്ടും എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം തവണയും ധർമ്മടത്ത് മത്സരിക്കും. ഇതിനിടെ ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ KU ജനീഷ് കുമാറും മത്സരിക്കുമെന്ന് ഉറപ്പായി. ഭരണത്തുടർച്ചയുണ്ടാകണമെങ്കിൽ കർശനമായ തവണ വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്നതാണ് CPIM നേതാക്കൾക്കിടയിലെ വിലയിരുത്തൽ. MLA സ്ഥാനത്ത് 2 ടേം, മന്ത്രിസ്ഥാനത്ത് 1 ടേം എന്നായിരുന്നു CPIM തീരുമാനം. ഇപ്പോൾ സാഹചര്യം മാറി. പല മണ്ഡലങ്ങളിലും വിജയമുറപ്പിക്കാൻ സിറ്റിംഗ് MLAമാർ മത്സരിച്ചേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് മൂന്നാം തവണ മത്സരത്തിനിറങ്ങും. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ മട്ടന്നൂരിലും മത്സരിച്ചേക്കും. ടേം വ്യവസ്ഥ ഒഴിവാക്കണോ എന്നത് ആലോചിക്കുമെന്ന് CPIM നേതാവ് AK ബാലൻ. CM മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആവശ്യമായിട്ട് വരും. അനിവാര്യമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ എക്സംഷൻ കൊടുക്കും. ഇതിനിടെ വീണ ജോർജും KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചു. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കണം, മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കണ്ട. തീർച്ചയായിട്ടും ഇവർ ജനപ്രിയരായ നേതാക്കന്മാരും ജനപ്രതിനിധികളുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. വീണ ജോർജ് തീർച്ചയായിട്ടും ജനങ്ങൾ ജയിപ്പിച്ചിരിക്കും. സീറ്റ് നിർണയത്തിൽ LDFൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പെരുമ്പാവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന് CPIMൽ ആവശ്യമുയർന്നു. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.